ഒരു രാത്രി ഒരു ആൺകുട്ടി നഖം മുറിച്ചു. എന്നിട്ട് അവന് നഖ കഷ്ണങ്ങൾ വീടിന്റെ പുറത്തേക്ക് എറിഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു എലി വന്ന് ആ നഖങ്ങൾ തിന്നു. അടുത്ത ദിവസം അവൻ സ്കൂളിലേക്ക് പോയപ്പോൾ ആ എലി അവനെ പോലെയായി മാറി. എന്നിട്ട് അവന്റെ വീട്ടിൽ താമസിക്കാൻ തുടങ്ങി. വൈകുന്നേരം യഥാർത്ഥ ആൺകുട്ടി വീട്ടിലെത്തിയപ്പോൾ ദേ അവനെ പോലെ ഒരുത്തൻ വീട്ടിലിരിക്കുന്നു. വീട്ടിലെ പണിക്കാരെ കണ്ടിട്ട് ആരാണ് യഥാർത്ഥ മകൻ, ആരാണ് വ്യാജൻ എന്ന് ചോദിച്ചു. രണ്ടുപേരും ഒരുപോലെ ഉത്തരം പറഞ്ഞു. അവസാനം അമ്മയും അച്ഛനും വന്നു. അച്ഛൻ വ്യാജനെ കെട്ടിപ്പിടിച്ച് ഇതാണ് എന്റെ മകൻ എന്ന് പറഞ്ഞു. രണ്ടുപേരും അടിയുണ്ടാക്കിയപ്പോൾ അമ്മ ചോദിച്ചു, കഴിഞ്ഞ മാസം അലമാര ഏത് മരം കൊണ്ടാണ് ഉണ്ടാക്കിയത് എന്ന്. ചോദിച്ച പാട് വ്യാജൻ ഉത്തരം പറഞ്ഞു. യഥാർത്ഥ മകൻ കുന്തം വിഴുങ്ങിയ പോലെ നോക്കി നിന്നു. അവനെ എല്ലാവരും വ്യാജനാണെന്ന് കരുതി വീട്ടിൽ നിന്ന് തള്ളി പുറത്താക്കി. സങ്കടപ്പെട്ട് ഇനി ജീവിച്ചിട്ട് എന്ത് കാര്യമെന്ന് പറഞ്ഞ് കൊക്കയിലേക്ക് ചാടി. പക്ഷെ ഒരു സന്യാസി അവനെ രക്ഷിച്ചു. അവന് സന്യാസി രക്ഷിച്ചത് കൊണ്ട് ദേഷ്യപ്പെട്ടു. അന്നേരം സന്യാസി അവന്റെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ വിളിച്ചു പറയാൻ നിന്നപ്പോൾ അവൻ കാല് പിടിച്ച് ക്ഷമ ചോദിച്ചു. അപ്പൊ സന്യാസി ഒരു പൂച്ചയെ അവന് കൊടുത്തു. ഇവനെ വ്യാജന്റെ മുന്നിൽ കൊണ്ടുപോ, എല്ലാ സത്യങ്ങളും വെളിച്ചത്ത് വരുമെന്ന് പറഞ്ഞു. അവൻ വീട്ടിലേക്ക് പോയപ്പോൾ അവിടെയുള്ള വേലക്കാരൻ അകത്തേക്ക് കയറ്റിയില്ല. അപ്പതേ അവന്റെ കുതിര വന്ന് അവനെ അടിച്ചിട്ടു. എന്നിട്ട് അവൻ ഉള്ളിലേക്ക് പോയി പൂച്ചയെ തുറന്നു വിട്ടു. വ്യാജം വിറച്ചു അവിടെ നിന്ന് ഓടി. അവൻ അവസാനം എലി ഓടുന്ന പോലെ ഓടാൻ തുടങ്ങി. പൂച്ച പിടിച്ചതും അവൻ എലിയായി മാറി. സത്യം പുറത്തു വന്നു. പൂച്ചയെ തിരിച്ച് സന്യാസിക്ക് തന്നെ തിരിച്ചു കൊടുത്തു. സന്യാസി പറഞ്ഞു, ഇനി ഒരിക്കലും നഖങ്ങളോ മുടിയോ വെറുതെ ഇടരുത്, അവയ്ക്കും ആത്മാവുണ്ട്.